പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. കൊച്ചി മെട്രോയുടെ പാലത്തിൽ നിന്ന് താഴേക്കു ചാടി ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. മനസ്സ് അത്രമേൽ വേദനിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ജീവിതം മടുത്തു പോയിട്ടുണ്ടാകണം, നിരാശക്ക് അടിപ്പെട്ടു പോയതായിരിക്കാം കാരണം. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് പോലും നമ്മെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ പ്രയാസങ്ങൾ അറിയാനും അതിൽ കൂടെ നിൽക്കാനും സാധിക്കണമെന്നില്ല. അതായത് നമ്മുടെ ചുറ്റും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ പോലും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരുടെ ഉള്ളറിയാൻ, അവരുടെ മനോവിഷമങ്ങൾ അറിയാൻ കഴിയണമെന്നില്ല. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള വഴി നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നതാണ്. അവരുടെ വേദനകൾ മനസ്സിലാക്കാൻ സാധിക്കണം, അതിൽ കൂടെ നിൽക്കാൻ കഴിയണം. അവരുടെ നല്ല സമയത്തു മാത്രമല്ല, അവരുടെ ഏറ്റവും മോശം സമയത്ത് പ്രയാസപ്പെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് കുടുംബ ബന്ധവും സൗഹൃദവും എന്ന് പറയുന്നത്. ആ മോശം സമയത്തിന് ശേഷവും ഒരു നല്ല അവസ്ഥ വരാനുണ്ട് എന്ന പ്രതീക്ഷ അവർക്ക് കൊടുക്കണം. നാം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഇരുട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ഇരുട്ടിന് ശേഷവും ഒരു വെളിച്ചമുണ്ട്. ഇന്ന് സൂര്യൻ അസ്തമിച്ചാൽ നാളെ ആ സൂര്യൻ വീണ്ടും ഉദിക്കും. നമുക്കൊരു പ്രയാസമുണ്ടോ, ആ പ്രയാസത്തിനപ്പുറം ഒരു എളുപ്പമുണ്ട്, അതിനൊരു പരിഹാരമുണ്ട്. പക്ഷെ ആ പരിഹാരം കിട്ടുന്ന ഇടത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നതാണ്. അതിന് നാം അന്വേഷിക്കുക. നമ്മുടെ പ്രയാസത്തിന്റെ മറുവശം നമ്മൾ ആലോചിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുക. പ്രതീക്ഷകൾ കൈവിടാതെ ശരിയായ പരിഹാര മാർഗങ്ങളിലേക്ക് എത്താനുള്ള ശ്രമം, അതിനുവേണ്ടി കുടുംബവും സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടേണ്ടതുണ്ട്, നാം പ്രയോജനപ്പെടുത്തേണ്ടതുമുണ്ട്.